ഹന്നി, ഞാൻ പറഞ്ഞതാ പെണ്ണിൻ്റെ അടുത്ത് എൻ്റെ ദേവേട്ടനെ നോക്കാൻ. എന്തായാലും കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തിയല്ലോ. പല്ലവി, നീ ഓക്കെ അല്ലേ? എന്താടാ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? ഒന്നുമില്ലല്ലോ. ഇന്നത്തെ ടയർഡ്നെസ് കാരണമായിരിക്കും. നല്ല ക്ഷീണമുണ്ട്. ശരിയാ, ഞാൻ ഓർത്തില്ല. എന്നാൽ നീ റെസ്റ്റ് എടുക്കേ, ഞാൻ താഴേക്ക് പോവാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇവിടെ എല്ലാം ഓക്കെ. ഓക്കേടാ, നീ ചെല്ല്. ഹലോ അമ്മ. അനു, എങ്ങനെയുണ്ട് അവിടെ? ഇവിടെ എന്താ, ആളുകളൊക്കെ പോയി. ഇനി അടുത്ത കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. ഇത്രയും നേരം നിന്നൊരു വഴിയായി. മോൻ വന്നില്ലേ? ദേവൻ ഇതുവരെ വന്നിട്ടില്ല. എന്നിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ഇനി ബന്ധുക്കളൊക്കെ യാത്ര അയച്ചിട്ടായിരിക്കാം വരുന്നത്. എന്നാ ശരിയടാ, നീ റെസ്റ്റ് എടുക്ക്. നിന്റെ സൗണ്ടിൽ തന്നെ മനസ്സിലാക്കാം നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ശരി, അമ്മ നാളെ വിളിക്കാമേ. ഓക്കെ അമ്മ, ബൈ. മോളെ ഇവിടെ വന്നിരിക്കുകയാണ്. മോൾക്ക് നല്ല ക്ഷീണം കാണില്ലേ? മോള് കിടന്നു. ദേവൻ ഇനി കയറി വരുമ്പോഴത്തേനും കുറച്ചുകൂടെ വൈകുമായിരിക്കും. ഇല്ലമ്മ, വലിയ കുഴപ്പമില്ല. അവിടെ വന്ന് പറഞ്ഞു മോൾക്ക് നല്ല ക്ഷീണമായിട്ടിരിക്കുകയാണ്. തലവേദനയൊക്കെ ഉണ്ടാവും അറിയാം. അതാ അമ്മ പറഞ്ഞത്. ഒട്ടും വയ്യാതാവുകയാണെങ്കിൽ കിടന്നേക്കണേ. അല്ലാതെ അവ വന്നിട്ടേ കിടക്കുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവ ഇനി ഫ്രണ്ട്സിനെയൊക്കെ വിട്ടിട്ടായിരിക്കും വരിക. ഞാൻ പറയാം എന്തായാലും വരാൻ. മോക്ക് വയ്യെങ്കിൽ കിടക്കും കേട്ടോ. അമ്മ ശരി. വയലിൻ അതങ്ങ് പോയേ. ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ. എത്ര നേരം ഞാൻ കാത്തു നിന്നു. നിന്റെ ബ്യൂട്ടീഷ്യൻ ഒന്ന് കഴിഞ്ഞാലല്ലേ ഇറങ്ങി വരുള്ളൂ. നിന്റെ മേക്കപ്പും കഴിഞ്ഞ് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നാലേ ഫസ്റ്റ് അവർ കഴിയും. അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. മതി മതി. എന്നിട്ട് ഇയാൾ ഫസ്റ്റ് അവറിന് മുമ്പ് ക്ലാസ്സിൽ കയറിയാ. ഇങ്ങോട്ട് വാ.
അത് പിന്നെ നീ ഇല്ലാതെ കയറിയ ഇല്ല കൊച്ചു പിള്ളേർ പോകുന്ന കണക്ക് എന്നെ കൂട്ടാതെ പോയില്ലേ എന്നും പറഞ്ഞ് പിണങ്ങി അടക്കാനല്ലേ, അതുകൊണ്ട് വെയിറ്റ് ചെയ്തെന്ന്. അത് കൊള്ളാം, എന്തായാലും വെയിറ്റ് ചെയ്യണമെന്ന് അറിയാലോ. അപ്പൊ പിന്നെ ഈ കോളേജിൽ വന്ന് വെയിറ്റ് ചെയ്യുന്നത് നിനക്ക് ഹോസ്റ്റലിന്റെ ഫ്രണ്ട് വന്ന് വെയിറ്റ് ചെയ്തൂടെ? ഇനി എന്തെങ്കിലും പറഞ്ഞ ഒറ്റ രീതി വെച്ചിരും, മിണ്ടാ നടന്നു. ഓ ശരി മാഡം. അമ്മോ, വീണ്ടും ലവൻ വരുന്നത്. എനിക്ക് വയ്യ, ഇങ്ങോട്ട് ആണെങ്കിൽ കണക്കായിപ്പോയി. എന്റെ അടുത്തൊന്നും പറഞ്ഞോണ്ട് വരണ്ട. എടി ദുഷ്ടേ, നീ എന്തോ ഇങ്ങനെ കൈ ഒഴിയുന്നെ? പിന്നല്ല, ഞാനിത് എന്തോ പറയാനാ. ഇപ്പൊ എന്തൊരു വേണം? എനിക്കൊരു ഐഡിയ പറഞ്ഞതാ. അവൻ നീ ഒന്ന് എസ്കേപ്പ് ആ. ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞു. നീ മറ്റൊരു റിലേഷൻഷിപ്പിലാവ്. നീ കമ്മിറ്റഡ് ആണ് പറഞ്ഞ പിന്നെ അത് ഇങ്ങനെ പുറകെ നടക്കൂ. ആ ബെസ്റ്റ്. എനിക്കതിന് റിലേഷൻഷിപ്പ് ഒന്നും വേണ്ടല്ലോ. എനിക്കങ്ങനെ ആരോടും തോന്നിയിട്ടില്ല. പിന്നെ എന്തോന്നും പറഞ്ഞു ചുമ്മാ കയറി ഒരാളുടെ അടുത്ത് അങ്ങ് റിലേഷൻഷിപ്പിലാവാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവൻ്റെ അടുത്ത് അങ്ങ് മിസ് പറഞ്ഞാൽ പോരി. വേറെ എന്തെങ്കിലും പറ. അയ്യോ, ചുമ്മാ കയറി വല്ലവരുടെ അടുത്ത് ആവരുത്. നിന്റെ അടുത്ത് എത്ര നാളായിട്ട് ഞാൻ പറയാം എൻ്റെ ഏട്ടനുമായിട്ട് റിലേഷനിലാവൂ. അപ്പൊ പിന്നെ നമ്മൾ എന്നും ഒരു വീട്ടിലുണ്ടാവുമല്ലോ. ഒന്നാലോചിച്ചോക്കെ, എന്ത് രസാ. വേണ്ടേ, ഒറ്റൊരു ചവിട്ട് വരും ഞാൻ. നിനക്ക് വേറൊന്നും പറയാനില്ലേ? ഇതിലും ഭേദം അങ്ങേരാ. നീ കൊച്ചേരി ഇടി വെച്ചൊരു ചവിട്ട് വെച്ചൊരു ഞാൻ എന്തോ ചെണ്ടയോ? നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഇനി എൻ്റെ അടുത്ത് ഐഡിയയും ചോദിച്ചു വാ. എൻ്റെ കുട്ട അങ്ങനെ പറയല്ലേ. അല്ലെങ്കിൽ നമുക്ക് കമ്മിറ്റഡ് ആണെന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞാൽ ചെല്ല. നീ പറയുന്ന പടി അവൻ വിശ്വസിക്കുകയും ചെയ്യും. എന്താ വന്നു. അയ്യോ അയ്യോ അമ്മോ, എൻ്റെ പൊന്നു ചേട്ടൻ എന്തിനാ ഇങ്ങനെ പല്ലു പല്ലു എന്ന് വിളിച്ച് പുറകെ കിടക്കുന്നത്? എൻ്റെ പേര് അനുപല്ലവീന. ചേട്ടൻ അത് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളി. ഏയ്, ഞാൻ എന്നെ പല്ലുകുട്ടി അനുപല്ലവീന്ന് എങ്ങനെയാ വിളിക്കുന്നത്? അതൊന്നൊരു വലിയ പേരാ. എന്നാ പിന്നെ ചേട്ടന് അനുവെന്നും പല്ലവീന്നും വിളിച്ചൂടെ? ഈ പല്ലു ഒന്ന് നിർത്തിക്കൂടെ? പല്ലു അനുവിന് പല്ലവീന്നൊക്കെ പല്ലുവിനെ എല്ലാരും വിളിക്കുന്ന പേരല്ലേ. അപ്പൊ അതന്നെ ഞാനും വിളിച്ചാൽ അങ്ങനെ ശരിയാവും. അതല്ലേ ഞാൻ പല്ലുവിനെ പല്ലുവിന്ന് വിളിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടല്ലേ? കോപ്പായിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, എന്താന്ന് വെച്ചാ ശരി, ഒന്ന് മാറുമോ? ഞങ്ങൾ പോക്കോട്ടെ. എന്തൊരു പിരാടി അങ്ങേരും. നീ അങ്ങോട്ട് എസ്സാറൊക്കെ ചേരും. എപ്പൻ്റെ ചേട്ടനെ പറഞ്ഞപ്പോ പുച്ഛം. എനിക്കിത് ഇതൊക്കെ വിധിച്ചിട്ടുണ്ട് കേട്ടോ പല്ലു. അമ്മോ, ഇല്ലടി അവിടെ. എൻ്റെ അമ്മോ, അമ്മു, പല്ലവി, നിങ്ങൾ എന്തോ ഇവിടെ കിടന്ന് ഓടിക്കളിക്കാണോ? എത്ര വട്ടം ഞാൻ രണ്ടിനെ വിളിച്ചു. അത് പിന്നെ ഇവളുടെ അടുത്ത് പോയി രാവിലെ തൊട്ട് ചുമ്മാ ഇട്ട് എന്നെ അടിക്കണമെന്ന് പറഞ്ഞ് നടക്കുക. ഇനി ഓടിപ്പിക്കരുത്. ഇനി വയ്യ ചൊല്ലിട്ട്. ചുമ്മാതല്ലോ, ചുമ്മാ കിടന്ന് ചൊറന്നിട്ടല്ലേ. അയ്യോ, ഞാനും ചത്ത്. എന്താടാ നീ ഇന്ന് ക്ലാസ്സിൽ കയറാഞ്ഞേ? ബെസ്റ്റ്. അതിനൊന്നും ക്ലാസ്സില്ലല്ലോ, നമുക്കിന്ന് പ്രോഗ്രാം അല്ലേ. വാ, നമുക്ക് ഓഡിറ്റോറിയത്തിലോട്ടോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ ഇവിടെ ഓടിക്കളിക്കുന്നുണ്ടത്, അതാ വിളിച്ചത്. ശരി, ഇന്ന് ക്ലാസ്സും ഇല്ലായിരുന്നോ? ചുമ്മാ വരണ്ടായിരുന്നു. അല്ല, ഓഡിറ്റോറിയത്തിൽ എന്തൊരു നല്ല ആളുകളാണ്. ഇപ്പം കൾച്ചറൽ ഇവൻസ് നടക്കുന്നത്. ഇപ്പോൾ ദേവേട്ടൻ്റെ വയലിനാന്നാണ് കേട്ടത്. അതാ ഞാനങ്ങോട്ട് പോകാൻ തുടങ്ങി. വാ, നിങ്ങൾ വാ. ദേവേട്ടനോ? ആരെടി ഇത്? എടി, നമ്മുടെ സീനിയർ ദേവൻ, അറിയില്ലേ? വയലിൻ വായിക്കുന്ന ഒരു ചുള്ളൻ ചെക്കൻ. നിനക്കൊന്നും അറിയില്ലേ? കഷ്ടാട്ടോ. ഷോ, അതാരാ മുതല്? ഞാനും കണ്ടിട്ടില്ലല്ലോ. എന്നാവാ, ഒന്ന് പോയി നോക്കിയേക്കാം.
പിന്നെ പെടക്കോഴി മതി മതി വാ പോവാ. ഞാൻ ആ ചേട്ടൻ്റെ വയലും വായിക്കുന്നതിനെ പറ്റിയാ പറഞ്ഞേ. നിനക്കെന്ത് പോടി. മനസ്സിലായേ, ശരി നടക്ക്. പല്ലു, ഞാൻ എത്തി. പല്ലുവിന് കുടിക്കാൻ എന്താ വേണ്ടേ? എനിക്ക് വേണ്ടുന്നത് ഞാൻ മേടിച്ചു കുടിച്ചോളാം. ചേട്ടനൊന്ന് പോയി തരൂ. ഓ, പല്ല് ഭയങ്കര ചൂടിലാന്ന് തോന്നുന്നു. അത് തണുപ്പിക്കാൻ ഞാനൊരു സാധനം മേടിച്ചിട്ട് വരാം. ചേട്ടനകത്ത് വെയിറ്റ് ചെയ്യേ. ഇനി ഇങ്ങനെ ട്രൂലപ്പായിരിക്കോ? വേണ്ട, അടുത്തത് ഒന്ന് മിണ്ടായിരിക്കാമോ? ഞാൻ ഇത് സ്വസ്ഥമായിട്ടൊന്ന് കഴിച്ചോട്ടെ. ഓ, നിന്റെ അടുത്ത് അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ കമ്മിറ്റഡ് ആണെന്ന് പറ. ദേവേട്ടൻ പല്ലവി, എന്നാലും നീ കമ്മിറ്റഡ് ആണെന്ന് പറയാൻ പോലെ. അപ്പൊ നീ ദേവേട്ടന്റെ പേര് പറഞ്ഞു. പുള്ളി സൂപ്പർ അടി. ഒന്ന് ഹെൽപ്പ് ചോദിച്ചു നോക്ക്, ചിലപ്പം കൂടെ നിന്നാലോ. ജസ്റ്റ് അവനെ പറ്റിക്കാൻ വേണ്ടിയല്ലേ. അതെങ്ങനെ ശരിയാവും? അതൊന്നും ശരിയാവത്തില്ല. ഇവളെ ഞാൻ എൻ്റെ ചേട്ടന് വേണ്ടി നോക്കി വെച്ചേക്കുക അല്ലേ പല്ലവി? ഓ, രണ്ടൊന്നും മിണ്ടായിരിക്കോ? എനിക്ക് ആരോടും പോയി ചോദിക്കാനൊന്നും വയ്യ. ഞാൻ ഇങ്ങനെ അങ്ങ് ഇരുന്നോളാം. പല്ലു, ചേട്ടനെത്തി. കുടിച്ച്. ഓ, തന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു എൻ്റെ പുറകെ ഇങ്ങനെ വരരുതെന്ന്. എനിക്ക് തന്നോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. അതുകൊണ്ട് ഇനി എൻ്റെ പുറകെ നടന്ന് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഓ, പിന്നെ ഞാൻ വിശ്വസിക്കത്തില്ല. എന്നാ പറ, ചെറുക്കനേതാ? താൻ വിശ്വസിക്കില്ലേ? എന്നാ കേട്ടോ, ദേവൻ. ഞാനും ദേവേട്ടനും തമ്മിൽ ഇഷ്ടത്തിൽ. ഇനി എൻ്റെ പുറകെ നടന്ന ഞാനായിരിക്കില്ല തന്നോട് സംസാരിക്കുന്നത്, ദേവേട്ടനായിരിക്കും. ഞാനോ? ദേവേട്ടൻ, അയ്യോ പെട്ടു. ഇതാ കേട്ടല്ലോ, ഇത്രയും നാളും ഇയാൾ പറഞ്ഞോണ്ടാ ഞാൻ ഒന്ന് ചോദിക്കാൻ വരായിരുന്നേ. ഇനി ഇവളുടെ പുറകെ കിടന്ന് ശല്യം ചെയ്യരുത്. പിന്നെ ഇങ്ങനെ ആയിരിക്കില്ല സംസാരിക്കില്ല. വാടോ, പോവാ. ദൈവമേ, പട്ടിയാക്കലെ കൂടെ പറഞ്ഞേ, വാ വാ. എന്തൊക്കെ ഇവിടെ ഉണ്ടായേ? സോറി ഏട്ടാ, പെട്ടെന്ന് അയാൾ വന്നപ്പോൾ അവരിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ടെൻഷൻ കാരണം അറിയാണ്ട് വന്നു പോയതാ ചേട്ടാ. എനിക്ക് സത്യമായിട്ട് ചേട്ടൻ അറിയില്ല. ഇന്നാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്ന പോലും. സോറി, റിയലി സോറി. എടോ, റിലാക്സ്. ഞാൻ തന്നെയൊന്നും പറഞ്ഞില്ലല്ലോ. സിറ്റുവേഷൻ ഏകദേശം മനസ്സിലായപ്പോൾ തന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നില്ലേ. താനിങ്ങനെ വെപ്രാളാകാതെടോ. ഓക്കെ. അല്ല, അത് പിന്നെ ഇതുവരെ പരിചയം പോലും ഇല്ലാത്ത ഒരാളെ പറ്റി പറഞ്ഞപ്പോൾ പേടിച്ചു പോയതാ. ഓ, അതാണോ? എന്നാവാ നമുക്ക് പരിചയപ്പെടാം. തൻ്റെ പേരെന്താ? അത് ചേട്ടാ, അനുപല്ലവി. ആഹാ, നൈസ് നെയിം. പിന്നെ ചേട്ടാന്നൊന്നും വിളിക്കണ്ട, ഞാൻ ദേവാന്ന് വിളിച്ചാൽ മതി. ഓക്കെ ദേവ. ഞാനെന്താ തന്നെ വിളിക്കണ്ട? അനുപല്ലവി. അപ്പോൾ അനു എന്നാണോ പല്ലവി എന്നാണോ എല്ലാവരും വിളിക്കുക? എന്ത് വേണേലും വിളിച്ചോ. ഫ്രണ്ട്സ് കൂടുതലും പല്ലവി എന്നാണ് വിളിക്കുക. വീട്ടിലൊക്കെയാണ് അനു എന്ന് വിളിക്കണത്. മെയിൻലി അമ്മയാണ് വിളിക്കുക. ബാക്കി എല്ലാവരും കൂടുതലും പല്ലവിയാണ് യൂസ് ചെയ്യാറ്. എന്നാൽ ഇപ്പോൾ ഇവിടെ അമ്മയില്ലല്ലോ, അപ്പോൾ ഞാൻ അനു എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അത് ചേട്ടന്, സോറി, ദേവന് ഇഷ്ടമുള്ള എന്ത് വേണേലും വിളിച്ചോ. അപ്പോൾ ശരി. തൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്നാൽ നമുക്ക് പിന്നെ കാണാം. ഓക്കെ. ഓക്കെ, ബൈ. അനു, ആ, തൽക്കാലം ഈ ഫേക്ക് റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, ബൈ. ഹായ് അനു. ആഹാ, രാവിലെ ഇത് എങ്ങോട്ടാ? പ്രാക്ടീസ് ഉണ്ടോ? ദേവ, ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആദിനന്ദ്. ഞാൻ അമ്മു എന്ന് വിളിക്കും. ഹായ് അമ്മു താൻ വിളിക്കുന്നതല്ലേ? സോ ഹായ് ആദ്യ. തൻ്റെ പേര് ഞാൻ എടുത്തൊന്നും വേണ്ട. എനിക്കങ്ങനെയൊന്നുമില്ല. ഈ എടി അവക്കൊന്നും ഇല്ലെന്ന്. ആ കാർത്തിക എന്നെ അമ്മൂന്ന് വിളിച്ചപ്പോൾ അവളെ കൊണ്ട് മാറ്റി വിളിപ്പിച്ചവളാ. ഇപ്പം പറയുന്നു. ഓക്കെ. ഹായ് ദേവ. എനിക്കിവിടെ വയലും പഠിപ്പിച്ചു തരുമോ? പിന്നെന്താ, പക്ഷെ ഇപ്പം പറ്റില്ല കേട്ടോ, കുറച്ച് തിരക്കില്ല. പിന്നീടാവാം. അപ്പോൾ ശരി.
ഹേയ് അനു, ഹാ എത്തിയോ? എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാ ദൈവം തന്നെ വായിച്ചു, എനിക്ക് കേട്ടോണ്ടിരുന്നാ മതി. ശേ പോവല്ലേ, നമുക്കൊന്നുകൂടെ നോക്കാന്ന്. നില്ലടോ. പോ ദേവ. എടീ, നിനക്ക് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടോ? സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ ആവശ്യമൊന്നുമില്ല, കൺഫേം അല്ലേ? അപ്പോഴേ എനിക്കറിയായിരുന്നു ഇത് കളിച്ച് കളിച്ച് കാര്യമാവുന്നു. നിനക്കെന്ത്, അവരെ എൻജോയ് ചെയ്യല്ലേ, അങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കട്ടെടി. നടക്കട്ടെ, വാ നമുക്ക് വാ. Let me be your man. I wanna hold your hand and take you to your fantasy. Eyes, when I look into your eyes, you make me realize that baby you're the only one for me. प्राणना वसीकरा प्रेमादुरा मोदङ्गरा मनोहरा चतुरा विधुरा സുഖമിന്നുനുതരാ. കണ്ണല്ലോ ചുണ്ടിൽ ഞാൻ ഒരു മിന്നൽ പൂമുത്തം, ഇനി ലോകം മൊത്തം നേടും ഞാൻ. നീ അനുരാഗപ്പൂത്താലം, ഇനി എന്നും പൂക്കാലം, ഈ സ്വപ്നത്തേരിൽ ഒഴുകി നടക്കാൻ വാ. ഹലോ ദേവ, എന്താ ഈ ടൈമിൽ? എന്തു പറ്റി? എടോ, ഞാനിവിടെ നിങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലുണ്ട്, താൻ ഇറങ്ങി വന്നേ. എന്ത്? ഇപ്പോഴോ? ഞാൻ ഇങ്ങനെ ഇറങ്ങുന്നേ? ഇപ്പം ഇറങ്ങാനൊന്നും പറ്റില്ല. ഞാനൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, അതിനുള്ളിൽ താൻ വന്നില്ലേ ഞാൻ അങ്ങോട്ട് വരും. അതുകൊണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ ചാടിക്കോ. ദേവ വെച്ചോ? ഇവനിതെന്താ? ഞാൻ ഇപ്പം എങ്ങനെയാലും ചാടണം, ഇല്ല അവൻ പറഞ്ഞാണെങ്കിൽ. അമ്മു അമ്മു ഒന്ന് എണീറ്റേ. ഈ പെണ്ണ് കിടന്ന് ഉറങ്ങിക്കൂടെ നിനക്ക്? അമ്മു, ദൈവം വിളിച്ചു, എൻ്റെ അടുത്തൊന്ന് താഴേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാനൊന്ന് പോയിട്ട് വരാമേ, നീ ഒന്നിവിടെ ഹാൻഡിൽ ചെയ്തോണേ, വല്ലതുകൊണ്ട് എന്നെ വിളിക്കണേ. നീ എന്തിനുള്ള പുറപ്പാടാ? നീ എന്തേലും കാണി. ഓ, ഒന്ന് അനങ്ങി വാടോ. അനങ്ങി വരാൻ ഞാൻ വല്ലതും പറഞ്ഞുണ്ടല്ലോ. ഈ 11:30 മണിക്ക് എന്തുവാ ദേവ ഇത്? ആരെങ്കിലും കണ്ടാൽ ഞാൻ തീർന്നു. ആരും കാണാൻ പോകുന്നില്ല, താൻ കയറ്. കേറാനോ? ഞാൻ ഇപ്പോൾ വരുമെന്നും പറഞ്ഞിട്ടാ ഇറങ്ങിയത്. എന്നെ അവൾ കൊല്ലും. ആരും കൊല്ലത്തില്ല, ആദ്യയുടെ അടുത്ത് ഞാൻ സംസാരിച്ചോളാം. താനിപ്പോൾ കയറ്, ഇവിടെ നിന്നാലാണ് പ്രശ്നമാവുന്നത്. നമുക്ക് വേറെ ഒരിടം വരെ പോകണം, ബാ. ദൈവമേ, ഞാനിത് എന്തിനുള്ള പുറപ്പാടാണോ എന്തോ, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. താൻ ധൈര്യമായിട്ട് കയറടോ, ഞാനല്ലേ കൂടെ ഉള്ളത്. Every day, every night, every wrong, every right. നീ തൂവൽ വിരലാലേ ആ മധുരം പകരൂ. സുമശര സുന്ദര സോമാ മൃദുല മധുര മനോഹര രാമാ. നീ വന്നേ തഴുകുന്നേ ആനന്ദം നിറയുന്നേ, ഇനി അരികെ ഞാനുണ്ടേ നിൻ കനവായി ഉണരാ. അനു, ഹാപ്പി ബർത്ത്ഡേ. ഓ ദേവ, താങ്ക് യു. ആൻഡ് വൺ മോർ തിങ്, ഐ ലവ് യു. നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് കൂടുതൽ ചിന്തിച്ചു കൂട്ടണ്ട. ഇനി നമുക്കിടയിൽ
പ്രപ്പോസ് ചെയ്തില്ല എന്നൊരു ഗ്യാപ്പ് വരണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിപ്പം നീയെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനെന്ത് പറയാനാ? അപ്പോൾ ഓക്കെ, അത് മതി. ആ, താൻ വയലിൻ വായിക്കുമോ? ഇല്ല, ചെറുതായിട്ട്. തനിക്ക് നല്ല ക്ഷീണം ഉണ്ടാവില്ലേ? കിടന്നൂടായിരുന്നോ? അത് താൻ കൂടെ വന്നിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. എന്നാവാ നമുക്ക് കിടക്കാം. പിന്നെ താൻ ടെൻഷനൊന്നും അടിക്കണ്ട. എനിക്കറിയാം അറേഞ്ച്ഡ് മാരേജ് ആണ്. സോ നമുക്ക് മനസ്സിലാക്കാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അതുവരെ നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാം. നല്ല ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോവാം. അതിനുശേഷം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിലേക്ക് പോവാം. അതുപോരെ? ഓ, സമാധാനമായി. ഇത് ഞാൻ എങ്ങനെ അങ്ങോട്ട് പറയുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. തൻ്റെ നിപ്പ് കണ്ടപ്പോഴേ തോന്നി. വാടോ, കിടക്കാം. മോളെ എണീറ്റോ? എന്നാ ചായ കുടിക്ക്. അമ്മേ. അവ എണീറ്റോ? എണീറ്റു. അല്ല അമ്മേ, അമ്മ എവിടെ? അവക്ക് എന്തൊക്കെയോ സാധനം വാങ്ങണമെന്നും പറഞ്ഞ് പോയതാ. മോളെ വിളിക്കേണ്ടത് ഞാനാ പറഞ്ഞ. ഇന്നലത്തെ ക്ഷീണമൊക്കെ കാരണം ഉറങ്ങുമല്ലായിരുന്നു. അപ്പൊ അവളങ്ങ് പോയി. അല്ല, ഞാൻ നല്ല ഹെൽപ്പ് ചെയ്യണോ? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ? ഒന്നും വേണ്ട, ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. മോള് പോയിരുന്ന ചായ കുടിച്ചു. പല്ലവി, ഞാൻ എത്തി. വന്നോ? പിന്നെ വൈകിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്? എനിക്ക് ബോറടിച്ചു. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ കോളേജിൽ കൊണ്ടാക്കാൻ. അങ്ങനെ ഇങ്ങ് എത്തി. അയ്യോ, ചേട്ടനായിരുന്നോ കൊണ്ടാക്കിയേ? എൻ്റെ അടുത്ത് പറയാഞ്ഞെന്താ? ഞാൻ ഇതുവരെ ചേട്ടനെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നല്ലോ. നിനക്ക് പരിചയപ്പെടാനൊക്കെ അവസരം ഉണ്ടായിരുന്നല്ലോ. അപ്പം നിനക്ക് വയ്യ, ഇനി നീ പരിചയപ്പെടണ്ട. പക്ഷെ ചേട്ടനെ ഞാൻ നിന്നെ കാണിച്ചു കൊടുത്തായിരുന്നു. എന്നെയോ? അതെങ്ങനെ? അതെന്നെ കൊണ്ടാക്കിയപ്പോൾ നീ പോന്നു കണ്ടു. അപ്പം ഞാൻ ചേട്ടനെ കാണിച്ചു കൊടുത്തു. നിന്നെ പറ്റി അറിയാലോ. അപ്പം ഇതാണ് അനുപല്ലവി എന്ന് പറഞ്ഞിട്ട് നേരിട്ട് ആളെ കാണിച്ചു കൊടുത്തു. പിന്നെ നിന്നെ വിളിക്കാനൊന്നും വയ്യായിരുന്നു. നീ അങ്ങനെ ഇപ്പം എൻ്റെ ചേട്ടനെ കാണണ്ട. ശരി, എനിക്ക് കാണണ്ട. അല്ല, നിന്റെ ദേവേട്ടൻ വിളിച്ചില്ലേ? പുള്ളി 2 ദിവസമായിട്ട് ബിസിയാണെന്ന് തോന്നുന്നല്ലോ. രണ്ടിൻ്റെയും കറക്കൊന്നും കാണാനില്ല. അറിയില്ല, ഞാൻ വിളിച്ചിട്ടും എടുക്കുന്നില്ല. കുറേ ട്രൈ ചെയ്തു. ചിലപ്പോൾ വല്ല പ്രോഗ്രാമുമായിട്ട് ബിസി ആയിരിക്കും. ദേവനല്ലേ അപ്പോന്നെ? ദേവനോ? എവിടെ? അവിടെ. ദേവാ, ഞാൻ എത്ര വട്ടം വിളിച്ചു, താനെന്താ ഫോൺ എടുക്കാഞ്ഞേ? അതോ, ഫോൺ സൈലൻ്റ് ആയിരുന്നു, ഞാൻ കണ്ടില്ല. അല്ല, താനെന്താ ഇവിടെ? ഇന്ന് വർക്കില്ലായിരുന്നോ? ഇല്ല, ഞാൻ ലീവ് എടുത്തു. എനിക്ക് പഴയ കുറച്ച് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു, അതാ വന്നെ. താൻ എന്തിനാ എന്നെ വിളിച്ചേ? എന്തിനാ വിളിച്ചിരുന്നു? 2 ദിവസമായിട്ട് തൻ്റെ ഒരു അനക്കവും ഇല്ല. അങ്ങനെ വിളിച്ചല്ലേ ഞാൻ. എനിക്ക് തന്നെ വിളിക്കാൻ എന്തെങ്കിലും കാര്യം വേണോ? അതെ അനു, ഞാൻ കുറച്ച് ബിസിയാ. പിന്നെ കാണാമേ. ദേവ, ഇവനിതെന്താ പറ്റിയേ? പല്ലവി, നിനക്കെന്താ പറ്റിയേ? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, നീ ഭയങ്കര ഡൗൺ ആണല്ലോ. എടി, ദേവൻ എന്നെ വല്ലാണ്ട് അവോയ്ഡ് ചെയ്യുന്നു. എത്ര ദിവസമായിരുന്നു എന്നോടൊന്ന് മര്യാദയ്ക്ക് വേണ്ടിയിട്ട്. എങ്ങനെയും അവൻ്റെ കണ്ണിൽ പെട്ട് ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ പറയും ബിസിയാണ്, പിന്നെ സംസാരിക്കാം, പിന്നെ വരാം. ഒഴിഞ്ഞു മാറുക. എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആരെയുന്നെടുത്ത് ദേവൻ. എടി, ദേവൻ വിളിക്കുന്നു, ഞാൻ എടുക്കട്ടെ.
അയ്യടാ, മുഖത്ത് ട്യൂബ് ലൈറ്റ് എത്തിയാണ് കാണല്ലോ. സംസാരിക്ക. ഹലോ ദേവ. എടോ, എനിക്ക് തന്നെ ഒന്ന് കാണണം. താൻ പാർക്കിലോട്ടൊന്ന് വരാമോ? ഓക്കെ ദേവ, ഞാൻ ദാ വരുന്നു. അമ്മു, ഞാൻ നമ്മുടെ പാർക്ക് വരെ ഒന്ന് പോവാണേ. ദേവൻ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശരി, വന്നിട്ട് കാണാം. ബൈ. ഇത്രയും നേരം ശോകം അടിച്ചിരുന്നവളാ ചാടത്തുള്ളി പോകുന്ന നോക്കേ. ദേവ, എൻ്റെ ദേവ, ഞാനിപ്പോൾ എന്ത് ഹാപ്പിയാണെന്നറിയോ. ഇത്രയും ദിവസം എന്തുമായിരുന്നു തനിക്ക്? നിന്നെ കാണാതിരുന്ന് ഒരുമാതിരി വട്ട പിടിക്കുമായിരുന്നു. ഇപ്പം എന്തായാലും ഹാപ്പിയായി. എന്താ പറ്റിയേ? എടോ, ഞാൻ തൻ്റെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. ഈ റിലേഷൻ ഇനി മുന്നോട്ട് പോയില്ല. ലെറ്റ്സ് ബ്രേക്കപ്പ്. ഇനി താൻ എന്നെ ആലോചിച്ച് നടക്കരുത്, എൻ്റെ പുറകെ നടക്കരുത്. ഇത് പറയാനാണ് ഞാൻ വിളിച്ചത്. താൻ തിരിച്ചു പോക്കോ, ഞാൻ പോവാണേ. ബൈ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ദേവ, നീ ചുമ്മാ കളിക്കല്ലേ. അനു, നീ അങ്ങോട്ട് മാറിയെന്നേ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? കളിക്ക് പറയാൻ പറ്റിയ കാര്യമാണോ ഇത്? എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ബ്രേക്കപ്പ്. ഇനി വെറുതെ എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്, എൻ്റെ പിന്നാലെ വരരുത്. നീ നിൻ്റെ വഴിക്ക് പൊക്കോ, ഞാൻ പോവാ. ദേവ, താനെന്തോട് ഇങ്ങനൊക്കെ പറയുന്നത്? ദേവ, പോവല്ലേ? ദേവ, 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 നിനക്ക് എന്താ പറ്റിയേ? എന്തിനാ? അനു, വെറുതെ ഇവിടെ നിന്ന് കരഞ്ഞൊരു സീൻ ഉണ്ടാക്കരുത്. ആളുകൾ ശ്രദ്ധിക്കും. നീ പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് പോകാൻ നോക്കി. സോറി ദേവ, എനിക്ക് എൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എത്ര സന്തോഷിച്ച് ഇങ്ങോട്ട് വന്നെന്ന് നിനക്കറിയോ? നീ എന്താ ഇങ്ങനെ? റീസൺ എന്താ? ചുമ്മാ ഇങ്ങനൊന്നും പറയല്ലേ ദേവ, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ദേവ പ്ലീസ്, എന്താന്ന് വെച്ചാൽ എന്നോട് പറ. നമുക്ക് എന്തുണ്ടെങ്കിലും സോൾവ് ചെയ്യാം. എന്തിനാ ദേവ? എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഇനി നിൻ്റെ കൂടെ മുന്നോട്ട് എനിക്ക് പറ്റത്തുമില്ല. ഇനി നിനക്കെന്തേലും അറിയണോ? ഒന്ന് പോയി തരുമോ ശല്യം ചെയ്യാതെ? എത്ര വട്ടം പറയണം ഞാൻ? ഞാൻ നിനക്കൊരു ശല്യമായോ ദേവ? ഇനി എനിക്കൊന്നും പറയാനില്ല. ഇവിടെ നിന്ന് കൂടുതൽ സീനാക്കാതെ ഒന്ന് പോ. എന്നെ ഇനി വിളിക്കരുത്.